റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ തപ്പി നമ്മൾ കുറച്ച് ദിവസം മുമ്പ് സ്ക്രാപ്പ് ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു മൈക്കും കിട്ടിയായിരുന്നു, പിന്നെ ഒരു എമർജൻസി ലൈറ്റും കിട്ടിയായിരുന്നു. ഈ കരോക്കെ മൈക്ക് റെഡിയാക്കുന്ന വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി എടുത്തു. ഇന്ന് നമുക്ക് ഈ എമർജൻസി ലൈറ്റ് റെഡിയാക്കാൻ പറ്റുമോ നോക്കാം. ഈ ലൈറ്റ് കിട്ടിയപ്പോൾ 2 പീസായിട്ടാണ് കിട്ടിയത്. താഴെ ലോക്ക് പോലത്തെ ചെറിയ പീസ് ഉണ്ട്, അത് ഒടിഞ്ഞു പോയതുകൊണ്ട് അവിടെ കറക്റ്റായിട്ട് കയറിയിരിക്കില്ല. ഈ ലൈറ്റ് നമുക്ക് കിട്ടിയ ടൈമിൽ ഇതിലിങ്ങനെ കറ പോലെ പിടിച്ചിരിക്കുമായിരുന്നു. സാനിറ്റൈസറൊക്കെ അടിച്ച ശേഷം ക്ലീൻ ചെയ്തിട്ടും അതൊന്നും പോയില്ല. എന്നാൽ ഇതൊക്കെ ക്ലീൻ ആക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറേ നാൾ മുമ്പ് വാങ്ങിയ ഒരു സ്റ്റെയിൻ റിമൂവർ എൻ്റെ ഉണ്ടായിരുന്നു. ഇതൊന്ന് അടിച്ചു നോക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇനി തുണി എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഈ എമർജൻസി ആണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ളതാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ നല്ല കട്ടിയുള്ളതാണ്. ഇപ്പം നമ്മുടെ എമർജൻസി ക്ലീൻ ചെയ്തപ്പോഴത്തേനെ കാണാൻ വേണ്ടി പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ എമർജൻസി ചാർജ് ചെയ്യാൻ ഇട്ട ശേഷം ഓണാകുണ്ടോ നോക്കിയിട്ടൊന്നും ഓണാകണില്ല. ബാറ്ററി പോയതായിരിക്കും മിക്കവാറും. അപ്പം നമ്മുടെ ലൈറ്റ് അഴിച്ചിട്ട് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ലൈറ്റിൻ്റെയൊക്കെ ബാറ്ററി ഇരിക്കണ അടിയിലാണ്. അപ്പോൾ അടിയിലത്തെ കവർ അഴിച്ചാൽ മതി, നമുക്ക് ബാറ്ററി എടുക്കാം. ഈ ലൈറ്റിൽ വരുന്നത് 4 വോൾട്ടിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി അഴിച്ചിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയപ്പോൾ ബാറ്ററി പോയതായിരുന്നു. ഈ ലൈറ്റ് ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൻ്റെ ചാർജിങ്ങിനും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ടൈപ്പ് ബാറ്ററി ഇനി യൂസ് ചെയ്യണില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ വേണ്ടി ഇതുപോലത്തെ ലിഥിയം ബാറ്ററിയും അതിൻ്റെ ചാർജിങ് മൊഡ്യൂളും കൂടെ വെച്ചാൽ മതി. പഴയ ബാറ്ററിയിലെ വയറുകൾ നമുക്ക് അതിൽ നിന്ന് ഊരിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചാർജിങ് മൊഡ്യൂളിൻ്റെ ഔട്ട് പ്ലസിലേക്കും മൈനസിലേക്കും ആ വയറുകൾ കണക്ട് ചെയ്യണം. ചാർജിങ് മൊഡ്യൂളിലേക്ക് ഈ വയറുകൾ കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോതെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഇനി ബാറ്ററിയിലേക്ക് 2 വയറുകൾ കണക്ട് ചെയ്ത ശേഷം ആ വയറുകൾ നേരെ ചാർജ് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യണം. ബാറ്ററിയിൽ നിന്ന് തന്നെ പോസിറ്റീവ് വയർ നേരെ ചാർജ് മൊഡ്യൂളിലെ ബി പ്ലസിലേക്കും ബാറ്ററിയിൽ നിന്ന് തന്നെ നെഗറ്റീവ് വയർ നേരെ ചാർജ് മൊഡ്യൂളിലെ ബി മൈനസിലേക്കും കൊടുക്കണം. അപ്പോൾ എല്ലാ വയറുകളും കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ബോർഡിലേക്ക് കണക്ടർ ഫിറ്റ് ചെയ്യാം. നമ്മുടെ ലൈറ്റ് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ലൈറ്റിൻ്റെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പീസ് ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ അതിന് പകരം നമുക്കത് സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോഴൊക്കെ വീണ്ടും വിട്ടു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി ചാർജ് മൊഡ്യൂൾ ലൈറ്റിൻ്റെ അടിയിലത്തെ കവറിലേക്ക് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഹോള് വരണം. ഈ ഹോള് നമുക്കൊന്ന് ഡ്രില്ല് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് ഹോളിട്ടാലും മതി. ഈ ചാർജ് മൊഡ്യൂളും അതുപോലെ ബാറ്ററിയും ഗ്ലൂ ഗൺ വെച്ചാണ് ഒട്ടിക്കുന്നത്. ഇതൊക്കെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കണതാണ് നല്ലത്. വീണ്ടും നമുക്കത് മാറ്റി വെക്കണമെങ്കിലൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കിയ ശേഷം നമുക്ക് അടിയിലത്തെ കവറും വെച്ച് സ്ക്രൂ ചെയ്തെടുക്കാം. ഈ ലൈറ്റിൻ്റെ മുകളിൽ തന്നെ ഒരു സോളാർ പാനലും ഉണ്ടായിരുന്നു. അതും വർക്കിംഗ് അല്ലായിരുന്നു ചെക്ക് ചെയ്ത് നോക്കിയ ടൈമിൽ. അപ്പോൾ നമ്മുടെ ലൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഇടാം. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി C ടൈപ്പ് കേബിൾ വരുന്ന സാധാ മൊബൈൽ ചാർജർ മതി. ബാറ്ററി ചാർജ് ചെയ്യുന്ന ടൈമിൽ റെഡ് കളറുള്ള ലൈറ്റും ഫുൾ ചാർജ് ആകുമ്പോഴത്തേനും ബ്ലൂ കളറുള്ള ലൈറ്റും തെളിയും. ഈ ലൈറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത് തിരിക്കണ ടൈപ്പ് നോബാണ്. അപ്പോൾ തിരിക്കണനുസരിച്ച് ലൈറ്റിൻ്റെ വെട്ടം കൂടി വരും. ഈ ലൈറ്റ് ഫുള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന ബാറ്ററി പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പാക്കിൽ നിന്ന് അഴിച്ചെടുത്തൊരു ബാറ്ററിയാണ്. എന്നിട്ട് ഒരു ഫുൾ വെട്ടത്തിലിട്ടപ്പോൾ ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് ബാറ്ററി പാക്ക് കിട്ടി. അപ്പോൾ കറണ്ട് ഇല്ലാത്ത ടൈമിലൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ ഇത് മതി. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ.